ദീർഘവർഷങ്ങളായി നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ കുടുംബത്തെ ബുദ്ധിമുട്ടിക്കുന്ന ചില പ്രശ്നങ്ങൾ, ചിലപ്പോൾ ജന്മനാ ഉണ്ടായ കാര്യങ്ങളായിരിക്കാം, അല്ല ഇടക്കാലത്ത് തുടങ്ങിയ ചില പ്രശ്നങ്ങളായിരിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ ചില നിഗമനത്തിൽ എത്തിച്ചേരാറുണ്ട്. ഇത് ശാപങ്ങളാണ്, ദൈവം ശിക്ഷിച്ചതാണ്, ഇത് എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെയും ഞാൻ ഇങ്ങനെ തന്നെ ജീവിക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെ നമ്മൾ ചില നിഗമനത്തിലെത്താറുണ്ട്. നമ്മളെ കാണുന്ന ആളുകൾ അത്തരത്തിൽ അപകടങ്ങളിലോ അല്ലെങ്കിൽ ജന്മനാ ഉണ്ടാകുന്ന ചില പ്രതിഭാസങ്ങൾ നിമിത്തമുള്ള പ്രയാസങ്ങൾ നിമിത്തം പല പരിമിതികളോ, അംഗപരിമിതികളാകാം, മറ്റേതെങ്കിലും പ്രശ്നങ്ങളാകാം. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ മറ്റുള്ളവർ വീക്ഷിക്കുന്നത് അത് അവരുടെ പിതാക്കന്മാർ ചെയ്ത തെറ്റിൻ്റെതാണ്, അല്ലെങ്കിൽ ഇവരുടെ ജീവിതത്തിലെ കുഴപ്പങ്ങൾ കൊണ്ടാണ്. ഇതൊക്കെ ഒത്തിരി പലരുടെ അഭിപ്രായങ്ങളും നിഗമനങ്ങളും ഒക്കെ വെളിയിൽ നിന്നുള്ള മനുഷ്യരും പറയാറുണ്ട്. അപ്പം നമ്മളുടെ ജീവിതത്തിൽ തന്നെ നാം കണ്ടുപിടിക്കുന്ന ചില കാര്യങ്ങൾ, ചില പോരായ്മകളെ കുറിച്ചുള്ള തിരിച്ചറിവുകളും, ഇനി മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് നിഗമനങ്ങൾ പറയുന്നു. അതിൽ ഇന്ന് കർത്താവ് തരുന്ന ഒരു സന്ദേശം, ആലോചന, നാം കണ്ടുപിടിക്കുന്നതോ നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നതോ ആയ നിഗമനങ്ങളല്ല നമ്മുടെ ഭാവിയെ, അല്ലെ ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിന് അടിസ്ഥാനപരമായ കാരണം. ഇന്ന് യേശു പറഞ്ഞു തരുന്ന ഒരു ആലോചനയിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ വിഷയങ്ങളിലും ദൈവത്തിന്റെ ഒരു പദ്ധതി ഉണ്ട്. ആ പദ്ധതി ആത്യന്തികമായി ദൈവത്തിന്റെ കയ്യിൽ തന്നെയാണ്. അത് ദൈവത്തിന്റെ നിർണയത്തിയിരിക്കുന്ന കാര്യമാണ്. ഹല്ലേലൂയ. ഞാനിത് പറഞ്ഞു വരുന്നത് യോഹന്നാന്റെ സുവിശേഷം 9-ാമത്തെ അധ്യായത്തിൽ യേശുവും ശിഷ്യന്മാരും കൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് പോകുന്ന സമയത്ത് പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ വഴിയരിയിൽ കണ്ടപ്പോൾ ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുകയാണ്, ഇങ്ങനെ കുരുടനായ ഒരു പിറക്കത്തക്ക രീതിയിൽ ഇവനാണോ ഇവന്റെ അമ്മയപ്പന്മാരാണോ പാപം ചെയ്തത്? അത് അമ്മയപ്പന്മാരുടെ ശാപമോ പാപമോ ഇവന്റെ പാപമോ ആണോ ആയിരിക്കാം. അവനും നാട്ടുകാർ പലരും പറയുന്നുണ്ടായിരിക്കാം, അവരും ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ഇനി അങ്ങനെ ഇരിക്കുന്ന ആ മനുഷ്യനും ചിന്തിക്കുന്നുണ്ടാകാം. പക്ഷെ യേശുവിന്റെ മറുപടിയാണ് ഇന്നത്തെ നമ്മുടെ ഈ വിഷയങ്ങളിൽ ദൈവത്തിന് നമ്മളോട് പറയാനുള്ള മറുപടി എന്ന് പറയും. അതിന് യേശു അവനെങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടല്ല, ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിനത്രേ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇങ്ങനത്തെ ഒരു പദ്ധതി ദൈവത്തിനുണ്ട്. സമൂഹം കാണുന്നതും നമ്മളെ കാണുന്നതും മറ്റുള്ള മാതാപിതാക്കൾ നമ്മളെക്കുറിച്ച് പറയുന്നതൊക്കെ ഉള്ള കാര്യങ്ങളെക്കാൾ വളരെ അകലെയാണ്, അല്ലെങ്കിൽ വ്യത്യസ്തമാണ് ദൈവത്തിന്റെ പദ്ധതികൾ. ഹല്ലേലൂയ. ആമേൻ. ഇപ്പൊ ഈ എബ്ബേസ് എന്ന് പറയുന്ന ഒരാള്, അവന്റെ അമ്മ പറഞ്ഞു അവൻ വ്യസനത്തോടെ പ്രസവിച്ചെന്ന് പറഞ്ഞാണ് അവന് എബ്ബേസ് എന്ന് പേരിട്ടത്. പക്ഷേ ദൈവത്തിന് വലിയൊരു പദ്ധതി അവനെ കുറിച്ചുണ്ടായിരുന്നു. അവൻ ദൈവത്തിന്റെ അടുക്കലേക്ക് വന്നപ്പോൾ ദൈവം അവനെ കുറിച്ചുള്ള പദ്ധതി അനുസരിച്ച് അവനെ ഏറ്റവും മാന്യനാക്കി മാറ്റി. അപ്പം നമ്മൾ ജനിച്ച സാഹചര്യം, നമ്മളെ വളർത്തിയവർ കണ്ടുപിടിച്ച, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കണ്ട കാര്യങ്ങൾ, സമൂഹം നമ്മളെ കണ്ടിട്ടുള്ള അയൽവക്കക്കാരോ പ്രിയപ്പെട്ടവരോ ചർച്ചക്കാരോ നമ്മളെക്കുറിച്ച് കാണുമ്പോൾ അവരുടെ ഓരോരോ തീരുമാനങ്ങൾ, ഇതൊന്നും അല്ല ശരിക്കും നമ്മുടെ ഭാവിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നതുമല്ല, ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. കർത്താവ് പറയുന്നില്ലേ, നിങ്ങളുടെ വിചാരമല്ല എൻ്റെ വിചാരം, നിങ്ങളുടെ വഴിയല്ല എൻ്റെ വഴികൾ, എൻ്റെ വഴി ഉയർന്ന വഴികളാണ്, ഉന്നതമായ വഴികളാണ്. ഹല്ലേലൂയ. അപ്പോൾ മറ്റുള്ളവരുടെ നിഗമനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയോ അടിവരയിട്ടോ അല്ല ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവർത്തിക്കുവാൻ കടന്നു വരുന്നത്. ദൈവത്തിന്റെ നിർണയവും പദ്ധതിയും. അവിടെ കർത്താവ് പറയുന്ന മറുപടി, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തിട്ടല്ല. അപ്പൊ ആദ്യം തന്നെ ആ കാര്യം അങ്ങ് ക്ലിയറാക്കി. ജന്മപാപമൊന്നോ അല്ലെങ്കിൽ പിന്നീട് കഴിഞ്ഞ കാലങ്ങളുണ്ടായ പാപത്തിന്റെയോ ഒക്കെ ഫലമായിട്ട് ഇവൻ ഇങ്ങനെ ആയിപ്പോയി, ഇനി ഇവന് രക്ഷപ്പെടാൻ പറ്റിയാലെന്നുള്ള അർത്ഥത്തിലാണ് ഇതെല്ലാം പറയുന്നു. പക്ഷെ യേശു പറയാണ്, ഇവങ്കൽ ദൈവപ്രവൃത്തി വെളിവാകേണ്ടതിന് ദൈവം ഇവനെ ഇങ്ങനെ ആക്കിയിരിക്കുന്നു. ഇവനൊരു ദൈവപ്രവൃത്തി വെളിപ്പെടാനുണ്ട്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരിക്കലും മാറുകയില്ല. ഇത് ജന്മനാ ഉള്ളതാണ്, അല്ലെങ്കിൽ ഈ ഞാനെന്ന് പറയുന്ന ആൾ ഇത്രയൊക്കെ ഉള്ളൂ
എന്നെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നു ഇതൊക്കെ തന്നെ ഉള്ളൂ, എനിക്കിതിനപ്പുറം ഉയരാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാ പറയുന്നില്ല, വലിയൊരു ദൈവപ്രവൃത്തി നിങ്ങൾ ഒരിക്കലും സ്വപ്നം കാണാത്ത, ഒരിക്കലും ഊഹിക്കാൻ കഴിയാത്ത ഒരു ദൈവപ്രവൃത്തി നിങ്ങൾ വെളിവാകാൻ ദൈവം കാത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു എൻകൗണ്ടറിൽ അല്ലെങ്കിൽ ഒരു സന്ദർശനത്തിൽ, ദൈവികമായ ഒരു ഇടപെടലിൽ ദൈവം കാര്യങ്ങളെ മാറ്റിമറിക്കും. അതെ, അന്ന് യേശു ആ വഴി വന്നപ്പോൾ അവനെക്കുറിച്ചുള്ള പേര് ദോഷമൊക്കെ കർത്താവ് എടുത്തു കളഞ്ഞിട്ട് ഒരു പുതിയ സൃഷ്ടിയാക്കി അവനെ മാറ്റുകയും വലിയൊരു ദൈവിക ഭാവിയിലേക്ക് അവനെ കൊണ്ടുവരികയും ചെയ്തു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മക്കളെക്കുറിച്ച് നിങ്ങൾ ഇട്ടുവെച്ചതോ നാട്ടുകാർ പറഞ്ഞു വെച്ചതോ ഒക്കെ ഇനി അവർ തന്നെ ചിന്തിച്ചതോ ആയിട്ടുള്ള ഒരുപാട് നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. അതെല്ലാം എടുത്തു കളയുവാനും ഒരു പുതിയ വഴി തുറന്നു കൊടുക്കുവാനും ദൈവം ശക്തനാണ്. ഹല്ലേലൂയ, ആമേൻ. അപ്പം അതുകൊണ്ട് ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ഒരു പദ്ധതിയുള്ള തക്ക സമയത്ത് ദൈവം അത് വെളിപ്പെടുത്തും. ഹല്ലേലൂയ. മോശയോട് ദൈവം പറയാണ്, നീ പോയി ഇസ്രായേൽ ജനത്തെ വിടുവിക്കണം എന്ന് പറഞ്ഞ് മുൾപ്പടർപ്പിൽ പ്രത്യക്ഷനായ ദൈവം മോശയോട് പറഞ്ഞു, പോ, നീ ഈജിപ്തിലേക്ക് പോയി എന്റെ ജനത്തെ വിടുവിച്ചെടുക്കുക. അപ്പോൾ മോശ പറയാണ്, അയ്യോ, ഞാൻ വിക്കനും തണിച്ച നാവുള്ളവനുമാണ്, എന്നെ കൊണ്ട് കഴിയുകയില്ല, മറ്റാരെങ്കിലും അയക്കണമേ. അപ്പോൾ ദൈവത്തിന്റെ ആ സമയത്തെ മറുപടി കേട്ടോണം. അത് വളരെ ചിന്തിക്കേണ്ട ഭാഗമാണ്. പുറപ്പാട് പുസ്തകം 4-11 വാക്യം. അത് മോശയോടുള്ള മറുപടി മാത്രമല്ല, ഈ ലോകത്തിലെ സകല മനുഷ്യരോടുള്ള മറുപടിയാണ്. ഞാൻ എന്തുകൊണ്ട് എങ്ങനെ ആയിപ്പോയത്, എൻ്റെ വീടെന്ത് എങ്ങനെ ആയിപ്പോയത്, എൻ്റെ ശരീരം എങ്ങനെ ഇരിക്കുന്നത്, എനിക്കെന്താ ഇങ്ങനെയുള്ള പരിമിതികളും കുറവുകളും ഉള്ളത്, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളില്ലാത്ത മനുഷ്യരില്ല, സംതൃപ്തരല്ല ആരും. പക്ഷെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊരു മറുപടി കേട്ടോണേ. 4-11 വാക്യത്തിൽ യഹോവ പറയുക, അതിന് യഹോവ അവനോട്, മനുഷ്യന് വായ് കൊടുത്തത് ആര്? അല്ല, ഊമനെയും ചെകിടനെയും കാഴ്ചയുള്ളവനെയും കുരുടനെയും ഉണ്ടാക്കിയത് ആര്? യഹോവയായ ഞാനല്ലയോ? ആമേൻ. നിങ്ങളുടെ അംഗപരിമിതിയോ നിങ്ങളുടെ പോരായ്മകളുടെയോ പിന്നിൽ ദൈവത്തിന്റെ ഒരു ഉത്തരവാദിത്വമുണ്ട്, ദൈവത്തിന്റെ ഒരു കരമുണ്ടെന്നുള്ളതിന്റെ തെളിവാണ് ഈ സന്ദേശം. ഹല്ലേലൂയ. ദൈവം പറയാണ്, അത് നീ അങ്ങനെ ജനിച്ചതുകൊണ്ടും നീ ഇന്നടുത്ത് വളർന്നതുകൊണ്ടും എന്നല്ല പറഞ്ഞത്. കുരുടനെയും കാഴ്ചയുള്ളവനെയും ചെകിടനെയും ഊമനെയും ഒക്കെ ഉണ്ടാക്കിയത് ആരാണ്? യഹോവയെ ഞാനല്ലയോ? അപ്പൊ അവരങ്ങനെ ജനിക്കത്തക്ക സാഹചര്യം ഉണ്ടായതിന്റെ പിന്നിൽ എൻ്റെ കരമാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ ജനിച്ചത് ദൈവത്തിന്റെ പദ്ധതിയിലാണ്. നിങ്ങൾ ജനിച്ച ഭവനം, നിങ്ങൾ ജനിച്ച ദേശം, നിങ്ങളെ ജനിപ്പിച്ച മാതാപിതാക്കൾ, നിങ്ങളുടെ സഹോദരങ്ങൾ ദൈവം ഡിസൈൻ ചെയ്ത് വെച്ചതാണ്. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം, അതിനകത്ത് നിങ്ങൾക്ക് പോരായ്മകളായി തോന്നുന്നതിനെ എല്ലാം ദൈവമാണ് ഉത്തരവാദിത്തമുള്ളത്. അതുകൊണ്ട് ദൈവം അതിനെ നിങ്ങൾക്ക് വേണ്ടി നന്മയ്ക്കാക്കി ചെയ്യും. നിങ്ങളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി അവിടെയാണ്. ആമേൻ. ഹല്ലേലൂയ. നിങ്ങളുടെ പോരായ്മകളുടെ ഉത്തരവാദിത്തം ദൈവത്തിനുള്ളതാണ്. ദൈവം അത് പരിഹരിക്കുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. മോശ പിന്നെ ഒരിടത്തു പോലും വിക്കനായിട്ടോ തടിച്ചു നാവുള്ളവനായിട്ടോ സംസാരിക്കാൻ കഴിയാത്തവനായിട്ടോ ഒരിക്കൽ പോലും നിന്നിട്ടില്ല. ദൈവം അവനെ ശക്തമായി ഉപയോഗിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ലോകത്ത് ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ഭോഷത്വമായി തിരഞ്ഞെടുത്തെന്നാണ് 1 കൊരിന്ത്യർ ലേഖനം 1-27 വാക്യത്തിൽ വായിക്കുന്നു. അതെ, ദൈവത്തിന് വേണം, നിങ്ങളെ വേണം, എന്നെ വേണം, നമ്മെ ഓരോരുത്തരെയും വേണം ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ, ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ. ആമേൻ. മറ്റുള്ളവർ നോക്കുമ്പോൾ പല കുറവുകളും പരിമിതികളും നമ്മൾ കണ്ടേക്കാം. പക്ഷേ ദൈവം അതിനെ നന്മയ്ക്കാക്കി ദൈവത്തിന്റെ മഹത്വത്തിന്റെ പ്രവൃത്തിക്കായിട്ട് ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഒരു ദൈവമഹത്വമായി മാറും, നിങ്ങളൊരു ദൈവപ്രവൃത്തിയായി മാറും. പ്രിയ കർത്താവേ, ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളെ ഫലമേൽപ്പിക്കുകയാണ്. അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഈ സന്ദേശത്തിൽ കർത്താവ് കൊടുത്ത ഉറപ്പിനായി സ്തോത്രം. കർത്താവെ, നിന്നോട് പറ്റിയിരിക്കുവാൻ, നിന്റെ പദ്ധതികൾ കർത്താവ് മക്കളെ കുറിച്ച് വലിയ ഉന്നതവുമായിരിക്കാൻ നന്ദി പറയുന്നു. അത് ഇവർ അനുഭവിക്കട്ടെ. മറ്റുള്ളവരുടെ ചോദ്യങ്ങളുടെയും മറ്റുള്ളവരുടെ നിഗമനങ്ങളുടെയും ഒരു മറുപടി, അതിനപ്പുറത്തേക്കുള്ള ദൈവത്തിന്റെ മറുപടി ദൈവം ഈ മക്കൾക്ക് ഈ ദിവസങ്ങളിൽ വെളിപ്പെടുത്തി കാണിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. നിന്ദിച്ചവരുടെ നടുവിൽ, പഴിച്ചവരുടെ നടുവിൽ, അപമാനിച്ചവരുടെ നടുവിൽ, തെറ്റിദ്ധരിച്ചവരുടെ നടുവിൽ നിന്റെ മക്കളെ നീ മാനിക്കുന്നതിനായി, സത്യത്തെ, നിന്റെ പ്രവൃത്തിയെ, നിന്റെ മഹത്വത്തെ വെളിപ്പെടുത്താൻ പോകുന്നതിനായി നന്ദി. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ സമൃദ്ധി അനുഗ്രഹിക്കട്ടെ. സന്ദേശം കുറെ പേർക്ക് ഷെയർ ചെയ്യല്ലോ. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ.